متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدئ والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا وتقنية علوما حرفة حسب السليقة من أولي الأفنان لاءت جميع معارك ومناطق فينالها من جد بالأذهان لكن سلام الناس منهدم ولو ألحت شموس العلم والعرفان بمذاك هل فكرتموه أو كما قرئ. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എൻ്റെ ഒരു ഉദ്ദേശം ബുധനാഴ്ചയിലെ ക്ലാസ്സുകളിൽ റിയാദുസ് സ്വാലിഹീനിൽ നിന്ന് വായിക്കുവാനാണ്, ക്ലാസ് എടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, റിയാദുസ് സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ ഇമാം നവവിയുടെ അദ്ദേഹം ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളാണ്. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളും ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. വിവിധ സെൻറ്ററുകളിൽ ഇതിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത് കൊണ്ടും നമ്മുടെ ഇവിടെയും അതിനെക്കുറിച്ചുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ള നിലക്കാണ് ഇന്ന് അതിന് തുടക്കം കുറിക്കുന്നത്. ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അധ്യായം തന്നെ ബാബുൽ ഇഖ്ലാസി വ ഇഹ്ലാറിൻ നിയ്യ, ഇഖ്ലാസിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നുള്ളതാണ്. മാത്രമല്ല വ ഇഹ്ലാറിൻ നിയ്യ, നിയ്യത്തിനെ കൊണ്ടുവരിക, മനസ്സിൽ നിയ്യത്ത് ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. ഫി ജമീഇൽ അമാലി വൽ അഖ്വാൽ,
മുഴുവൻ പ്രവർത്തികളിലും വാക്കുകളിലും വൽ അഹ്വാലിൽ ബാരിസത്തി വൽ ഖഫിയ, പ്രകടവും അതേപോലെ തന്നെ രഹസ്യവുമായിട്ടുള്ള എല്ലാ വാക്കുകളിലും പ്രവർത്തികളിലും ഉദ്ദേശങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ അധ്യായത്തിലുള്ളത്. ഈ വിഷയകരമായി വന്നിട്ടുള്ള ആയത്തുകളാണ് അദ്ദേഹം ആദ്യമായി ഇതിൽ കൊടുത്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, അതിലല്പം മാത്രമാണ് അദ്ദേഹം കൊടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നാമതായി സൂചിപ്പിച്ചത് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅ്തുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ, മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കണം എന്നാണ് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഹുനഫാ, വക്രതയില്ലാത്ത രൂപത്തിൽ, വളവില്ലാത്ത രൂപത്തിൽ ഋജുമനസ്കനായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ് അല്ലാഹു കൽപ്പിക്കുന്നത് എന്നാണ്. തീർച്ചയായും അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണം എന്നുള്ളതാണ് അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത് എന്നാണ് ആയത്തിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല വയുഖീമുസ്സലാഹ്, നമസ്കാരം അവർ നിലനിർത്തണം എന്നുള്ളതും, വയുഅ്തുസ്സകാ, സകാത്ത് അവർ കൊടുക്കണമെന്നുള്ളതും, വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ചൊവ്വായ മതം എന്ന് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമതായി ഇതിൽ കൊടുത്തിട്ടുള്ള ആയത്ത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ, അതിൻ്റെ മാംസം അല്ലാഹുവിന് എത്തുന്നില്ല, വലാ ദിമാഉഹാ, അതിൻ്റെ രക്തവും എത്തുന്നില്ല, വലാകിൻ യനാലുഹു, എന്നാൽ അവന് ലഭിക്കുന്നത് എത്തുന്നത് അത്തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തിയാണ്. ഇത് ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ബലിമൃഗത്തെ അറുക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. ഇനി ആ ബലിമൃഗത്തെ അറുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ രക്തമോ അല്ലെങ്കിൽ അതിൻ്റെ മാംസമോ ഒന്നുമല്ല അള്ളാഹുവിന് ആവശ്യമായിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ ആവശ്യം എത്രത്തോളം അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പൊരുത്തം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സൽക്കർമ്മത്തിൻ്റെയും പിന്നിൽ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുല്ലാഹ്. ഖുൽ, പറയുക പ്രവാചകരെ, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ ഒരു കാര്യം രഹസ്യമാക്കിയാൽ, ഔ തുബ്ദൂഹു, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിങ്ങൾ പരസ്യമാക്കിയാൽ, യഅലമുല്ലാഹ്, അല്ലാഹു അതിനെ സംബന്ധിച്ച് അറിയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ആയത്തിൽ എന്താ ഉള്ളത്? മനസ്സിൻ്റെ ഉദ്ദേശ രഹസ്യം എന്താണ് എന്നുള്ളത് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഓരോ പ്രവർത്തിക്കുമ്പോഴും ഉദ്ദേശങ്ങളെ നന്നാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആയത്തുകളാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യമായി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നീട് ആദ്യമായി ഈ വിഷയത്തിൽ വന്ന ഒന്നാമതായി കൊടുത്ത ഹദീസ് നമ്മളെല്ലാവരും എപ്പോഴും കേട്ട ഹദീസുകളാണ്. ആ ഹദീസ് എന്താണ്? അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബിന്നിയാത്ത്, ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക. അപ്പം നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശശുദ്ധി എന്താണോ എന്ന് അള്ളാഹു എന്താണ് എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല
അവയ്ക്ക് പ്രതിഫലം നൽകുക എന്നാണ് ഹദീസിൽ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, വൈന്നമാലി കുല്ലിംരിമാനവാ, ഓരോരുത്തർക്കും അവനവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ചത് അവന് ലഭിക്കുമെന്നാണ്. പരലോകത്തും ഈ ലോകത്തുമായിട്ട് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവന് ലഭിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാനത ഹിജ്റതുഹു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാളുടെ ഹിജ്റ എങ്കിൽ, വറസൂലിഹി, പ്രവാചകന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഹിജ്റ പോയതെങ്കിൽ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവൻ്റെ പലായനം ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ്. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെല്ലാവരും മക്കയിലേക്ക് പോയിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് ആ റസൂലിൻ്റെ സാമീപ്യം ലഭിക്കുകയില്ല ഞാൻ ഇവിടെ നിന്നാൽ. അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ സാമീപ്യമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്, തൃപ്തിയാണ് വേണ്ടത് എന്ന ഉദ്ദേശപ്രകാരം ഒരാൾ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഉദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്നാണ്. എന്നാൽ മറ്റു ചില ആളുകളോ, വമൻ കാനത ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, ആരെങ്കിലും ഹിജ്റ പോയിട്ടുള്ളത് ദുനിയാവിനെ നേടുന്നതിന് വേണ്ടിയാണെങ്കിൽ, ഇനി മുസ്ലിമീങ്ങളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, മദീനയിലായിരിക്കും ഇനി കച്ചവടം ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ ഇനി നമുക്കെല്ലാം നഷ്ടമാകും, ആ നിലക്ക് എന്തെങ്കിലും ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഹിജ്റ പോയതെങ്കിൽ അപ്പോൾ അവൻ്റെ ഉദ്ദേശത്തിന് ലഭിക്കുക ആ ദുനിയാവിൻ്റെ ലക്ഷ്യം മാത്രമാണ് അവന് ലഭിക്കുക എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിമ്രാത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ വല്ല സ്ത്രീകളെയും കല്യാണം കഴിക്കുവാനാണ് പോയതെങ്കിൽ അവന് ലഭിക്കുക അവൻ്റെ ആ ഉദ്ദേശപ്രകാരമുള്ളതാണ്. അഥവാ മക്കയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് ഉദ്ദേശിക്കുകയും ആ സ്ത്രീ പിന്നീട് മദീനയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ലഭിക്കില്ലല്ലോ, അതുകൊണ്ട് അവരെ കിട്ടണമെങ്കിൽ ഞാനും അങ്ങോട്ട് പോവേണ്ടതുണ്ട് എന്ന ഉദ്ദേശപ്രകാരമാണ് ഒരാൾ പലായനം നടത്തിയതെങ്കിൽ അവൻ്റെ ആ പെണ്ണിനെ ലഭിക്കുമെന്നുള്ളതല്ലാതെ ഇതിനുള്ള പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഏതൊരു ഉദ്ദേശപ്രകാരമാണോ ഹിജ്റ പോയത് അതാണ് അവിടെ ലഭിക്കുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ മറ്റൊരു ഹദീസിൽ, വഅൻ ഉമ്മിൽ മുഅ്മിനീൻ ഉമ്മി അബ്ദില്ലാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത്, ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, യഗ്സു ജയ്ഷുൻ അൽ കഅബത, യഗ്സു ജയ്ഷുൻ അൽ കഅബ, കഅബയെ ഒരു സൈന്യം ആക്രമിക്കുമെന്നാണ്. ഫഇദാ കാനൂ ബിബൈദാ, അങ്ങനെ അവർ ബൈദാ എന്ന പ്രദേശത്തെത്തിയാൽ, ബൈദാ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള പ്രദേശമാണ്, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈദാ എന്ന് പറഞ്ഞാൽ മരുഭൂമിക്കും ബൈദാ എന്ന് പറയും. ഏതായിരുന്നാലും അതിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ബൈദായിൽ അവരെത്തിക്കഴിഞ്ഞാൽ മിനൽ അർദി, ഭൂമിയിൽ നിന്നുള്ള, യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരുടെ ആ സൈന്യം, കഅബയെ ഉദ്ദേശിച്ച് പുറപ്പെട്ട ആ സൈന്യത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകളെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുമെന്നുള്ളതാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്താണത്? നമുക്കറിയാം, അന്ത്യദിനത്തിൻ്റെ അടയാളമായി 10 അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു 3 അടയാളങ്ങൾ ഖസ്ഫിനെ കുറിച്ചാണ്. 3 അടയാളം ഖസ്ഫാണ്. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്നതായ ഒരു സംഭവം. 3 സംഭവം, ഒന്ന് ജസീറത്തുൽ അറബിലായിരിക്കുമെന്നും, ഒന്ന് പാശ്ചാത്യ നാടുകളിലും, ഒന്ന് പൗരസ്ത്യ നാടുകളിലുമായി 3 ഖസ്ഫുകൾ ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഖസ്ഫ് ഇതായിരിക്കാനും സാധ്യതയുണ്ട്. ഇതുവരെയായിട്ട് ഇത്രയും കാലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം കഅബയുടെ അടുക്കൽ വെച്ച് പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ആ യുദ്ധങ്ങളിൽ അതിനു വേണ്ടി നീങ്ങിയ ആളുകളെയൊന്നും ഒരിക്കലും തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടില്ല, വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്, ഇനി നടക്കാൻ പോകേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ കഅബയെ ഉദ്ദേശിച്ച് പുറപ്പെടുന്ന, കഅബയെ പൊളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പുറപ്പെടുന്ന ഒരു സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും എന്നതാണ് ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ കുൽത്തു, ഞാൻ ചോദിച്ചു, ആയിഷ ബീവി പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, കൈഫ യുഖ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഈ പട്ടാളക്കാരെ മാത്രം, സൈന്യത്തെ മാത്രമല്ല ആഴ്ത്തപ്പെടുന്നത്,
അവരെ ആദ്യം ഉള്ള ആ സൈന്യത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആളുകൾ നിൽക്കുന്ന പ്രദേശത്ത് മുഴുവൻ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദ്യം, കൈഫ യുഖ്സഫു, എങ്ങനെയാണ് ആഴ്ത്തപ്പെടുക? ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരാദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ എങ്ങനെ ആഴ്ത്തപ്പെടും? വഫീഹിം അസ്വാഖുഹും, അവരിൽ സാധാരണക്കാരായ ആളുകളും ഉണ്ടാവുകയല്ലോ. ഒമൻ ലൈസ മിൻഹും, ഈ പട്ടാളക്കാരിൽ പെടാത്ത സൈന്യങ്ങളിൽ പെടാത്ത ആളുകളും അവരിലുണ്ടാകുമല്ലോ. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്സഫു ബി അവ്വലിഹിം, അവരിലെ ആദ്യത്തെ ആളെയും വആഖിരിഹിം, അവസാനത്തെ ആളും വരെയുള്ളവരെ ഒന്നായി ആഴ്ത്തപ്പെടും. സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം, ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ എന്തായിരുന്നോ ആ ഉദ്ദേശപ്രകാരമാണ് അവർ പരലോകത്ത് പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ്. അപ്പോൾ ഈ സൈന്യങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഉദ്ദേശങ്ങളും വ്യത്യസ്തമായിരിക്കും, അതും ഒന്ന് അവിടെ വരുന്നു. അതേപോലെ തന്നെ ആ നാട്ടുകാരുടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഉദ്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് മനുഷ്യരുടെ ഉദ്ദേശങ്ങൾ നോക്കിക്കൊണ്ടാണ് എന്നതാണ് ഹദീസുകളിൽ വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ വിഷയവുമായി പൂർണ്ണമായി ഉദ്ദേശശുദ്ധി നന്നാവേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാകേണ്ടതുണ്ട് എന്നുള്ളതിനുള്ള മറ്റൊരു ഹദീസാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നത്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, മക്ക ഫത്ഹിന് ശേഷം ഇനി ഒരു ഹിജ്റ ഇല്ല എന്നാണ്. വലാകിൻ ജിഹാദുൻ വനിയ, ഇനിയുള്ളത് എന്താണ്? ജിഹാദുൻ വനിയ, ജിഹാദാണ്, ധർമ്മസമരങ്ങളാണ്. വനിയത്തുൻ, ഉദ്ദേശമാണ്. അപ്പോൾ ഉദ്ദേശത്തോടു കൂടിയുള്ള മനസ്സിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള ധർമ്മസമരമാണ് ഇനിയുള്ളത് എന്നാണ്. ഇനിയോ ഫൈദസ്തൻ ഫിർത്തും, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ, യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഫംഫിറു, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുക. അപ്പോൾ തീർച്ചയായും ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആവശ്യപ്പെടുന്ന സമയത്ത്, അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ തീർച്ചയായും അതിനു വേണ്ടി പുറപ്പെടേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെടേണ്ടതുണ്ട്. മാത്രവുമല്ല, ഓരോരുത്തരും ജിഹാദ് നടത്തുന്ന സന്ദർഭത്തിൽ എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശത്തിനനുസരിച്ച് അവർക്ക് പ്രതിഫലം കിട്ടും. അഥവാ കുറേ രാജ്യങ്ങളെ കാണണമെന്ന ഉദ്ദേശമോ, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോയി അവിടുന്ന് വല്ല കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശമോ, അങ്ങനെയൊക്കെയാണെങ്കിൽ അതുള്ളൂ ഉണ്ടാവുക. മറിച്ച് ഇസ്ലാമിനെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ കലാം ഉന്നതമായി തീരണമെന്ന ഉദ്ദേശപ്രകാരമാണ് ഒരാൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് എങ്കിൽ അപ്പോൾ അയാൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്നതാണ് അവിടെ ഈ ഹദീസിലൂടെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമതായി ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് വഅൻ അബി അബ്ദുല്ലാ ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അബ്ദുല്ലാഹിബിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്നാ, ഞങ്ങളായിരുന്നു, മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫി ഗസാത്തിൻ, ഒരു യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ ഞങ്ങൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തിൽ റിജാലൻ, തീർച്ചയായും മദീനയിൽ കുറച്ച് ആളുകളുണ്ട്, മാ സിർത്തും മസീറ, അവരെന്ത് ചെയ്തിട്ടില്ല, ഒരു യാത്രയും നടത്തിയിട്ടില്ല. വലാ ഖതഅത്തുൻ വാദിയ, മാ സിർത്തും മസീറ, നിങ്ങൾ ഒരു പ്രദേശവും സഞ്ചരിച്ചിട്ടില്ല. വലാ ഖതഅത്തുൻ വാദിയ, നിങ്ങളൊരു താഴ്വരയും മുറിച്ചു കടന്നിട്ടില്ല. ഇല്ലാ ഖാനു മഅക്കും, നിങ്ങളോടൊപ്പം അവരുമുണ്ട് എന്ന് പറഞ്ഞാൽ, പോരാൻ കഴിയാതെ, മദീനത്ത് യുദ്ധത്തിന് പോരാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ട്, പല തടസ്സങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവർക്ക് ആ തടസ്സം നീങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോടൊപ്പം വരാൻ കഴിയുമായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റു സഹാബികളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾ വിട്ടുകടന്നിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം ആരുമുണ്ട്, ആ ആളുകളുമുണ്ട്. ഹബസഹുമുൽ മറദു, അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത് രോഗമാണ്, അവരെ വെച്ചിട്ടുള്ളത് എന്നാണ്. ഒഫീ റിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇല്ലാ ശരിക്കൂക്കും ഫിൽ അജ്രി, തീർച്ചയായും അവർ നിങ്ങളോടൊപ്പം ആ പ്രതിഫലത്തിൽ പങ്കാളികളാണ് എന്നാണ്. അപ്പോൾ യുദ്ധത്തിന് അവർ പോന്നിട്ടില്ലെങ്കിലും അവരുടെ ഉദ്ദേശപ്രകാരം നിങ്ങളുടെ അതേ പ്രതിഫലം അവർക്കും ലഭിക്കുന്നുണ്ട് എന്നതാണ് ഹദീസിൽ ഇതിൽ വിശദീകരിക്കുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന
മറ്റൊരു റിപ്പോർട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റജഅന ഞങ്ങൾ മടങ്ങി മിൻ ഗസ്വതി തബൂക്ക്, തബൂക്കിൻ്റെ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്ക് യുദ്ധത്തിന് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. ഫഖാല, അപ്പം നബി പറഞ്ഞു, ഇന്ന അക്വാമൻ, ചില ആളുകൾ ഖല്ലഫ്നാ ബിൽ മദീന, അവരെ നമ്മൾ മദീനയിൽ ആക്കി പോകുന്നതാണ്, അവിടെ നിർത്തിപ്പോകുന്നതാണ് മദീനയിൽ. മാ സലക്ന ഷഅബൻ, നമ്മളൊരു കുന്നിൻ പ്രദേശവും നമ്മൾ പ്രവേശിച്ചിട്ടില്ല, വല വാദിയൻ, ഒരു തായ്വരയും നമ്മൾ കടന്നു പോയിട്ടില്ല. ഇല്ലാ വഹും മഅന, അവരും നമ്മളോടൊപ്പമുണ്ട്. ഹബസഹുമുൽ ഉദുർ, കാരണങ്ങളാണ് അവരെ ബന്ധിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്കും എന്തെങ്കിലും അവരുടെ തടസ്സം നീങ്ങിയിരുന്നുവെങ്കിൽ അവർക്കും യുദ്ധത്തിൽ പോരാൻ സാധിക്കുമായിരുന്നു. എന്നാലും വരാൻ കഴിയാത്തത് കൊണ്ടും അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പം എന്താണ് ഈ ഹദീസുകളിലൊക്കെ വിശദീകരിക്കുന്നത്? നമ്മൾ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് നന്നാവേണ്ടത് എന്നാണ്. മനസ്സിലുള്ള ഉദ്ദേശമനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. ഇനി ഉദ്ദേശമുണ്ടായി മറ്റെന്തെങ്കിലും തടസ്സങ്ങളാൽ പോകാൻ കഴിയാതിരുന്നാലോ, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് തടസ്സമായിരുന്നാലോ, എന്നാലും അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ വിവരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്കാർ, ആ സുന്നത്ത് നമസ്കാരത്തിന് എന്തെങ്കിലും ഒരു തടസ്സം ഒരു ദിവസം വന്നാൽ അതിൻ്റെ പ്രതിഫലം ഉദ്ദേശമാണ്. ആ ഉദ്ദേശങ്ങൾക്ക് തീർച്ചയായും അയാൾ നിസ്കരിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് എടുക്ക് മുടങ്ങിപ്പോയാലും ആ ഉദ്ദേശം കൊണ്ട് അയാൾക്കത് കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ തീർച്ചയായും നമസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ ഉദ്ദേശമുണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ ഇതിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സം വന്നാൽ, ഫർലായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ തടസ്സം കൊണ്ട് മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ലതാനും. നമുക്കറിയാലോ, ഫർലായ കാര്യം എന്തായിരുന്നാലും ഓരോരുത്തർ ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ സുന്നത്തായ കർമ്മങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ സുന്നത്തായ കർമ്മങ്ങൾ നിർബന്ധത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായ കാര്യം ഒരിക്കലും നീട്ടിവെക്കാൻ പാടുന്നുള്ളതല്ല. എന്നാൽ മറ്റൈച്ഛികമായ കർമ്മങ്ങൾ അതെന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ പിന്നീട് വീട്ടേണ്ട ആവശ്യമില്ലാത്തവ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വഅൻ അബി യസീദിൻ മഅൻ ഇബ്നു യസീദ് ഇബ്നുൽ അഖ്നസ് റളിയല്ലാഹു അൻഹു, അബൂ യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, വഹുവ, അദ്ദേഹം, വ അബൂഹു, അദ്ദേഹത്തിൻ്റെ വാപ്പയും, വജദ്ദുഹു, അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയും, സ്വഹാബിയൂന, എല്ലാവരും ആരാണ്? സ്വഹാബിമാരാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹവും അബൂ യസീദും മാനും യസീദും എല്ലാവരും ആരാണ്? സ്വഹാബിമാരാണ്. കാല, അദ്ദേഹം പറയാൻ, കാന അബി യസീദ്, എൻ്റെ പിതാവായ യസീദ് ആയിരുന്നു. അഖ്റജ ദനാനീർ, കുറച്ച് ദീനാറുകൾ അദ്ദേഹം പുറത്തു വച്ചിരുന്നു. യതസദ്ദഖു ബിഹ, അതിനെ ദാനധർമ്മം ചെയ്യുന്നതിന് വേണ്ടി. ഫവലാഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഒരു മനുഷ്യൻ്റെ അടുത്തായിട്ട് ആ ദിർഹം അവിടെ കൊണ്ടുപോയി വെച്ചു. ഫജിഅ്തു, അപ്പോഴാണ് ഞാൻ വന്നത്. ഫഅഖത്തുഹ, എന്നിട്ട് ഞാൻ ആ ദിർഹം എടുത്തു. എൻ്റെ ഇപ്പോൾ ഉണ്ടായിച്ച ദിർഹം ഞാൻ എടുത്തു. എന്നിട്ടോ ഫഅതൈതുഹു ബിഹ, ഞാൻ ആ മനുഷ്യന് ഞാനത് കൊടുക്കുകയും ചെയ്തു. വല്ലാഹി, അള്ളാഹുവാണേ, മാ ഇയ്യാക്ക. അപ്പോൾ ഫഖാല, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആരാണ് ഇദ്ദേഹം? യസീദ് തൻ്റെ പിതാവ് പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, മാ ഇയ്യാക്ക അറത്തു, നീ അത് കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ്. ഫഖാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യത്തെപ്പറ്റി വാപ്പയും മകനും എന്ത് ചെയ്തു? ചർച്ച നടത്തുകയാണ്, തർക്കിക്കുക ചെയ്യണത്. എന്ത് വിഷയത്തിലാണ്? നന്മയുടെ കാര്യത്തിൽ അല്ലേ? വസാരിഊ ഫിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞല്ലേ, നന്മകളിൽ ധൃതി കാണിക്കുക എന്നാണ്, ഓരോരുത്തരും പുണ്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ. ഇവിടെ ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകമാ നവൈത യാ യസീദ്, യസീദേ, നിനക്ക് നീ ഉദ്ദേശിച്ചതുണ്ട്. നീ ഉദ്ദേശിച്ച എന്താ? കൊടുക്കാൻ, നീ അല്ലേ കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ പ്രതിഫലം നിനക്കുണ്ട്. വലകമാ അഖത്ത യാ മഅനു, മഅനെ, നീ എന്താണോ എടുത്തത് അതിനുള്ള പ്രതിഫലം നിനക്കുമുണ്ട്. നീ എടുത്തു കൊടുത്തതിനുള്ള പ്രതിഫലം നിനക്കുമുണ്ട്, നീ ഉദ്ദേശിച്ചതിൻ്റെ പ്രതിഫലം നിനക്കുമുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅൻ അബി ഇസ്ഹാഖ് സഅദ് ബിൻ അബി വഖാസിൻ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്,
എന്താണ് ഇതിൽ പറയുന്നത്? അദ്ദേഹം രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ഖിലാബ് ബിൻ മുർറ ബിൻ കഅബ് ബിൻ ലുഅയ്യിൽ ഖുർശി അസ്സുഹരി റളിയല്ലാഹു അൻഹു അദ്ദേഹം അഹദിൽ അശറത്തിൽ മശ്ഹൂദി ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിയാണ് ആര്? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം പറയാൻ, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുക്കൽ വന്നു. യഊദു, എന്ത് ചെയ്തുകൊണ്ട്? സന്ദർശിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. യഊദുനി, എന്നെ സന്ദർശിച്ചുകൊണ്ട്. ആമ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് എന്നെ സന്ദർശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നാണ്. മിൻ വജ്ഇൻ, ഒരു വേദനയിൽ, വജ് പറഞ്ഞാൽ വേദന എന്നാർത്ഥം. അപ്പം അദ്ദേഹത്തിനുണ്ടായ രോഗത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. ഇഷ്തദ്ദബി, എനിക്ക് ശക്തി ആർജിച്ചുണ്ടായിരുന്നതായ ഒരു വേദനയുള്ള സന്ദർഭത്തിൽ എന്നെ കാണാൻ വേണ്ടി ആര് വന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി ഖദ് ബലഗ ബി മിനൽ വജ്ഇ മാ തറ, എനിക്ക് ഇപ്പം നിങ്ങൾ കാണുന്നതായ വേദന എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വഅന ദൂ മാലിൻ, ഞാൻ സമ്പത്തുള്ള ആളാണ്. വലാ യരിസുനി, എന്നെ അനന്തരമായി എടുക്കുന്നില്ല. ഇല്ല ഇബ്നത്തുല്ലി, എൻ്റെ ഒരു മകളല്ലാതെ എന്നെ അനന്തരമായി എടുക്കുന്നില്ല. അഫ അതസ്അദ്ദഖു ബിസുൽസൈ മാലി, എൻ്റെ 2/3 ധനത്തിൻ്റെ 2/3 ഭാഗം എനിക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റുമോ എന്നാണ്. കാല, ഇപ്പം നബി പറഞ്ഞെന്താ? ലാ എന്നാണ്. ലാ എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുൽതു, അപ്പം ഞാൻ ചോദിച്ചു, ഫശ്ശതുറു, 2/3 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഫശ്ശതുർ, അപ്പോൾ അതിൻ്റെ പകുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ധനത്തിൻ്റെ പകുതി എനിക്ക് ധർമ്മം ചെയ്യാൻ പറ്റുമോ? കാരണം ഒരു മകളല്ലേ ഉള്ളൂ. അപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പറ്റുകയില്ല. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ഫസ്സുലുസു യാ റസൂലല്ലാഹ്, 1/3 ഒരു ഭാഗം എനിക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റുമോ? കാല, അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, അസ്സുലുസു വസ്സുലുസു കസീർ, 1/3 അത് തന്നെ ധാരാളമാണ് എന്നാണ്. ഔ, അല്ലെങ്കിൽ ഹദീസിൽ വന്നത്, മറ്റു നബി പറഞ്ഞത് കബീറുൻ എന്നതാണ് എന്നാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഇന്നക, തീർച്ചയായും നീ, അൻതദറ വരിസതക, നിന്റെ അനന്തരാവകാശികളെ നീ വിട്ടുപോവുക എന്നുള്ളത്, അഗ്നിയ, അവരെ പണക്കാരാക്കി നീ വിടുക എന്നുള്ളത്, ഖൈറുൻ, നിനക്ക് ഏറ്റവും ഉത്തമമാണ്, മിൻ അൻതദറഹും, അവരെ നീ വിടുക എന്നുള്ളത്, ആലതൻ, ദരിദ്രരായിട്ട്, യതകഫഫൂനന്നാസ, ജനങ്ങളോട് യാചിക്കുന്നവരായി വിടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നിൻ്റെ കുടുംബക്കാരെ, നിൻ്റെ അനന്തരാവകാശികളെ പണക്കാരാക്കി മരിച്ചു പോണതാണ്. പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കുടുംബത്തിന് നൽകാതെ സ്വന്തം അനന്തരാവകാശികൾക്ക് കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാ സമ്പത്തും ദാനധർമ്മം ചെയ്തുകൊണ്ട് തനിക്ക് പരലോകത്ത് രക്ഷ കിട്ടാൻ തന്നെയാണല്ലോ അത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുന്നത്, ഇവിടെ തൻ്റെ അനന്തരാവകാശികളെ അവർ ധനികരായി മാറാൻ വേണ്ടിയാണ്, അതിനാണ് നീ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നതാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ജനങ്ങളോട് യാചിച്ച് നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവർ അനന്തരാവകാശികൾ പണക്കാരായി മാറലാണ് എന്നാണ്. വ ഇന്നക, തീർച്ചയായും നീ, ലൻ തുൻഫിക നഫഖതൻ, ഒരൊറ്റ ദാനധർമ്മവും നീ ചെലവഴിക്കുന്നില്ല, തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യവും നീ നിർവഹിക്കുന്നില്ല, ദാനധർമ്മവും നീ നിർവഹിക്കുന്നില്ല, ഇല്ല അജിർത അലൈഹ, അതിൽ നിനക്ക് പ്രതിഫലം ലഭിച്ചിട്ടല്ലാതെ. അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ അതിനൊക്കെ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഹത്താ, എത്ര വരെ? മാ തജ്അലു ഫീ ഫിംറാതിക, ഹത്താ തജ്അലു, നീ നൽകുന്നത് വരെ, ഫീ ഫിംറാതിക, നിൻ്റെ ഭാര്യയുടെ വായിൽ നീ വെച്ച് കൊടുക്കുന്നത് വരെ, എന്നാൽ ഭാര്യമാർക്ക് തിന്നാൻ കൊടുക്കുന്നതിന് വരെ നിനക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എന്ത് ലഭിക്കും? പ്രതിഫലം ലഭിക്കുമെന്നതാണ് റസൂലുള്ളാഹി പറയുന്നത്. കാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഉഖല്ലിഫു ബഅദ അസ്ഹാബി, എൻ്റെ സഹാബത്തിന് ശേഷം, എൻ്റെ ആളുകൾക്ക് ശേഷം ഞാൻ പിന്തുടർച്ചക്കാരായി വെക്കണോ? കാല ഇന്നക ലൻ തുഖല്ലിഫ് ഫതഅമല അമലൻ
അങ്ങ് നീ നിനക്ക് ശേഷം പിന്തുടർച്ചക്കാരെ നിർണയിച്ചാൽ ഫതഅമല അമലൻ, നീ അതിലൂടെ പ്രവർത്തികൾ പ്രവർത്തിക്കും, തബ്തഗി ബിഹി വജ്ഹല്ലാ, അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഇല്ല ഇസ്ദദത് ബിഹി ദറജതൻ വറഫ്അ, അത് മുഖേന നിന്റെ പദവികൾ വർദ്ധിപ്പിക്കുകയും നിന്റെ ഉന്നതി വർദ്ധിക്കുകയും ചെയ്യും. വല അല്ലക, ചിലപ്പോൾ നീ ആയേക്കാം, അൻ തുഖല്ലിഫ, നീ പിൻഗാമിയെ നിശ്ചയിക്കുന്നു, ഹത്ത യൻതഫിയ ബിക അഖ്വാമുൻ, നീ മുഖേന ചില ആളുകൾക്ക് അത് ഉപകാരം ലഭിക്കുന്നു, വയലുറു ബിക ആഖറൂൻ, നീ മുഖേന ചില ആൾക്കാർക്ക് അത് മുഖേന ഉപദ്രവങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ്. അല്ലാഹുമ്മ അംലി അസ്ഹാബി ഹിജ്റത്തുഹും, അള്ളാഹുവെ എൻ്റെ സഹാബിമാർക്ക് അവരുടെ ഹിജ്റയെ നീ നൽകണേ എന്നുള്ളതാണ്. വലാ തുറുദ്ദുഹും അലാ അഅഖാബിഹിം, അവരുടെ പിന്നിലേക്ക് തന്നെ ജാഹിലിയത്തിൻ്റെതായ അവസ്ഥയിലേക്ക് നീ അവരെ തിരിച്ചുവിടരുതേ എന്നതാണ് അവിടെ പറഞ്ഞത്. ലാക്കിന്നൽ ബായിസ്, എന്നാൽ ബായിസായ ആൾ, കഷ്ടപ്പെടുന്ന ആൾ, സഅദ് ബിൻ ഖൗല യരിസു യുർസീലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി വിലാപം നടത്തിയിട്ടുണ്ട്. അൻമാത ബി മക്ക, മക്കയിൽ മരിച്ചതായ സന്ദർഭത്തിൽ. ഹദീസിൻ്റെ ബാക്കിയിൽ ആ കാര്യം വിശദീകരിച്ചു എന്നുള്ളൂ. ഇതിൽ പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒന്ന് രണ്ട് ഉദ്ധരണികൾ ഇതിൽ കൊടുക്കുന്നിടത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഹദീസിൽ. എന്താണെന്ന് വെച്ചാൽ സഅദ് റളിയല്ലാഹു അൻഹുവിന് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അല്ല യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. വഹാദൽ ഹദീസു ലാ യുംകിനു അൻ യകൂന അൻ സഅദിൻ ലിഅന്ന ലിസഅദിൻ ഔലാദൻ ദുകൂറൻ ഇന്നമാ ഹുവ ആമിർ ബിൻ സഅദ് ബിൻ അബി വക്കാസ്, ഇത് ആമിർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് ആയിരിക്കും എന്നതാണ് ഈ ഇതിൻ്റെ തഹ്ഖീഖ് നടത്തിയ ആളുടെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ വഖദ് റവാഹു ഇബ്നു ശിഹാബ് അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുമ്പോൾ ആ ഒരു ഉദ്ധരണി നമ്മൾ കേൾക്കാറുണ്ട്, സഅദ് ബിൻ അബി വക്കാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഅദ് ബിൻ വക്കാസിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആൾ യഥാർത്ഥത്തിൽ ആമിർ ബിൻ സഅദ് ബിൻ അബി വക്കാസാണ് എന്ന് പറഞ്ഞാൽ സഅദ് ബിൻ അബി വക്കാസിൻ്റെ മകൻ ആമിറായിട്ടാണ് വരുന്നത് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലൊക്കെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രതിഫലങ്ങൾ ലഭിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തെ നന്നാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചാലും അതിന് പ്രതിഫലമാണ്. സ്വന്തം ഭാര്യയ്ക്ക്, മക്കൾക്ക് എന്തെല്ലാം അവരെ നന്നാക്കി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നതാണ് ആ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്. 7-ാമത്തെ ഹദീസിലായി വഅൻ അബീ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണെന്ത്? അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ? അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യൻദുറു, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, ഇല അജ്സാമിക്കും, നിങ്ങളുടെ ശരീരത്തിലേക്ക് അള്ളാഹു നോക്കുകയില്ല. നമ്മൾ കേട്ട ഹദീസാണ് എപ്പോഴും. അപ്പോൾ ഈ ഹദീസ് ഗ്രന്ഥത്തിലുള്ള മിക്കവാറും ഹദീസുകളൊക്കെ കേട്ടതായിരിക്കും. പക്ഷേ ഏതിരുന്നാലും ശരി, ഇവിടെ ഉദ്ദേശശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇഖ്ലാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നവവി കൊടുത്തിട്ടുള്ള ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹദീസ് വന്നു. ഇതേപോലുള്ള ഹദീസുകൾ ധാരാളം നമ്മൾ കേട്ടതാണെങ്കിലും തീർച്ചയായും നമ്മുടെ മനസ്സുകളിൽ അത് സ്വാധീനമുണ്ടാക്കുന്നതിന് വേണ്ടിയും ഒരു വിചിന്തനം നടത്തുന്നതിന് വേണ്ടിയും നമ്മളത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുമാണ് അത് വീണ്ടും ആവർത്തിച്ച് നമ്മൾ കേൾക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നബി പറഞ്ഞത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലാഹു നോക്കുകയില്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്കും അല്ലാഹു നോക്കൂല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, എന്നാൽ അല്ലാഹു നോക്കുന്നത് എങ്ങോട്ടാ? ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് അല്ലാഹു നോക്കുക. ഇത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് മനസ്സിലുണ്ടെങ്കിൽ ഏറെ നമ്മളെ പ്രവർത്തികൾ നന്നാക്കാൻ അത് സാധിക്കും. അതെന്താ? അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, അഫലാ യഅലമു, അവരറിയുന്നില്ലേ, ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരപ്പെട്ടാൽ, ഖബർ മാന്തപ്പെട്ടാൽ എന്നർത്ഥം. വഹുസ്സില മാ ഫിസ് സുദൂർ,
മനസ്സിൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ പുറത്തേക്ക് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, അപ്പം മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ വെളിക്ക് കൊണ്ടുവന്നാൽ, പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് ഉദ്ദേശശുദ്ധികൾ. ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും, ഓരോ ജോലി നമ്മൾ ചെയ്യുമ്പോഴും എന്താണ് ഉദ്ദേശം, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സുകൾക്ക് വരുന്നത്, ഈ ക്ലാസ്സുകൾക്ക് വരുമ്പോൾ തന്നെ എന്ത് ഉദ്ദേശമാണുള്ളത്, ആ ഉദ്ദേശം അള്ളാഹു നോക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കണം എന്നുള്ള ഉദ്ദേശപ്രകാരം വന്നാലോ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹിൽ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. എന്താ ഹദീസിൽ പറഞ്ഞത്? ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു, എന്താണ് ഉദ്ദേശം? യൽതമിസു ഫീഹിൽ ഇൽമ, അറിവ് തേടിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിക്കണം എന്നുള്ള ഉദ്ദേശപ്രകാരമാണ് അയാൾ ആ വഴിയിൽ പ്രവേശിച്ചത് എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉദ്ദേശം വെച്ചാൽ നമ്മൾ വന്നതെങ്കിലോ ചിലപ്പോൾ നമ്മൾ കേട്ടതന്നെ ഈ കാര്യം കേൾക്കുന്നതൊക്കെ, എന്നാലും ആ ഉദ്ദേശം കൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ മാർഗം അഥവാ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗം നമുക്ക് എളുപ്പമാക്കി തരികയാണ് ചെയ്യുക. അപ്പോൾ ഈ മിക്കവാറും ഹദീസുകളൊക്കെ, ഈ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളൊക്കെ നമ്മൾ പലപ്പോഴായി കേട്ടതായിരിക്കും. എത്രത്തോളം ഇപ്പോൾ ഖുർആനിലെ ആയത്തൊക്കെ മിക്കവാറും നമ്മൾ കേട്ടതല്ലേ? കാരണം എന്താ, ഖുർആൻ എന്ന് പറഞ്ഞാൽ 1400 കൊല്ലമായി അതിറങ്ങിയിട്ട്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ വാക്കുകളും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടതാണ്. അപ്പോൾ കേൾക്കുക എന്നുള്ളത് വീണ്ടും കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനത് ഭക്തി വർദ്ധിപ്പിക്കുവാനും നമ്മളെ ഒരു വിചിന്തനത്തിനത് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ബാഹ്യമായ രൂപങ്ങളിലേക്കല്ല നോക്കുക, എൻ്റെ മനസ്സിലേക്കാണ് നോക്കുക. അതുകൊണ്ട് ഞാൻ എന്താക്കേണ്ടതുണ്ട്? എൻ്റെ ഉദ്ദേശശുദ്ധികളെ, എൻ്റെ ഇഖ്ലാസിനെ ഞാൻ നന്നാക്കേണ്ടതുണ്ട് എന്നാണ്. ഇതിപ്പോൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് കർമ്മത്തിനും, ഇപ്പോൾ നിസ്കരിക്കാൻ പോണ കാര്യങ്ങൾ, ഇപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനൊരു മുൻപന്തി, എപ്പോഴും മുന്നിലാകാനുള്ള മനസ്ഥിതിയാണ് നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും എനിക്ക് പ്രതിഫലം നഷ്ടപ്പെടരുത്, എൻ്റെ ജമാഅത്തുകൾ എനിക്ക് നഷ്ടപ്പെടരുത്, അപ്പോൾ അതിൻ്റേതായ ഉദ്ദേശത്തിന് വേണ്ടി അങ്ങനെ പോകും. അതേപോലെ ദീനിൻ്റെ സദസ്സുകളിൽ അതിൻ്റേതായ പുണ്യങ്ങൾ എനിക്ക് ലഭിക്കണം, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റേതായ നിയമങ്ങൾ നമ്മൾ പാലിക്കും. പള്ളികളിൽ എത്തിയാലുള്ള പുണ്യം ലഭിക്കണം, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിൽ കയറിയോ സംസ്കരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ അങ്ങനെയുള്ള മനസ്സിലേക്ക് അള്ളാഹു നോക്കും. അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ഞാൻ നന്നാക്കണം എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8ാമത്തെ ഹദീസ് ഈ വിഷയത്തിൽ കൊടുക്കുന്നത്, വഅൻ അബി മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അനിർ റജുലി, ഒരു മനുഷ്യനെക്കുറിച്ച്, യുഖാത്തിലു, അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്, ഷജാഅതൻ, അദ്ദേഹം ധൈര്യത്തോടുകൂടി അദ്ദേഹം യുദ്ധം ചെയ്യുകയാണ്, വയുഖാത്തിലു ഹമിയ, ആവേശത്തോടുകൂടി യുദ്ധം ചെയ്യുന്ന വേറൊരാൾ, വയുഖാത്തിലു റിയാഅൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു. ഇപ്പോൾ 3 തരം യുദ്ധമാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ 3 തരാക്കി തിരിച്ചു. ഒരാളെങ്ങനെയാണ്? അയാൾ ഭയങ്കര ഷുജായി ആയിക്കൊണ്ട്, ഷജാഅത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ധീരനാണ് എന്നുള്ളത് ആളുകളൊന്ന് കാണട്ടെ, അല്ലെങ്കിൽ ധീരത കൊണ്ട് തനിക്ക് ധീരത ഉണ്ട് എന്നുള്ളവർക്ക് ആ രീതിയിൽ അയാൾ യുദ്ധം ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി എന്നുള്ളതല്ല, ധീരതയോട് യുദ്ധം ചെയ്യുകയാണ്. വേറൊരാളോ ഹമിയത്താണ്, എൻ്റെ വാപ്പാനെ കൊന്ന ആളാണ്, എൻ്റെ അമ്മാനെ കൊന്ന ആളാണ്, എൻ്റെ കുടുംബത്തിലാളെ കൊന്നാണ്, ഞങ്ങളോടാണ് അവർ കളിക്കുന്നത് എന്നൊരു ആവേശത്തിലുണ്ടാവില്ല, ഈർഷ്യതയോടുകൂടി യുദ്ധം ചെയ്യുന്ന വേറൊരാൾ. മറ്റൊരാളോ യുക്കാത്തിലു റിയാൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി കൊണ്ട്, ആളുകൾക്കിടയിൽ എനിക്ക് നല്ല സൽപ്പേര് വരണമെന്ന ഉദ്ദേശപ്രകാരം യുദ്ധം ചെയ്യുന്ന മറ്റൊരാൾ. അയ്യു ദാലിക ഫീ സബീലില്ലാ, ഇതിലേതാണ് പ്രവാചകരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളത് എന്നതാണ് ചോദ്യം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാതല, ആർ യുദ്ധം ചെയ്തോ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ കലാം ആയിത്തീരുന്നതിന് വേണ്ടി ആർ യുദ്ധം ചെയ്തോ, ഫഹുവ ഫീ സബീലില്ലാ, അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം. എന്ന് പറഞ്ഞാൽ എന്താ ഇയാളുടെ മനസ്സിലുണ്ടാവേണ്ടത്? അള്ളാഹുവിൻ്റെ കലാം ഇവിടെ ഉയരണം, അള്ളാഹുവിൻ്റെ കലാമിന് ഈ രാജ്യത്ത് വ്യാപിക്കണം
എന്ന ഉദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ ജിഹാദ് നടത്തേണ്ടത്, യുദ്ധത്തിനിറങ്ങിയത് എങ്കിൽ അയാൾക്കാണ് പ്രതിഫലമുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലും ഇപ്പോൾ പ്രസംഗിക്കുമ്പോഴും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോഴും എന്താണെങ്കിലും ശരി, മനസ്സിലെന്താ ഉണ്ടാവേണ്ടത്? അള്ളാഹുവിൻ്റെ ദീന് അതിവിടെ വ്യാപിക്കണം, അത് ജനങ്ങൾക്ക് അതിൻ്റെ സത്യം ജനങ്ങൾക്ക് തിരിച്ച് മനസ്സിലാവേണ്ടതുണ്ട് എന്ന ഉദ്ദേശപ്രകാരമാണ് ഒരാൾ അതിനു വേണ്ടി ഇറങ്ങുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും. അതല്ല ആവേശത്തോടുകൂടി തൻ്റെ കക്ഷി ജയിക്കണം അല്ലെങ്കിൽ മറ്റവനെ തോൽപ്പിക്കണം എന്നൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്താ ഉണ്ടാവുക? ആ ഉദ്ദേശത്തിന് ഭൗതികമായ പടച്ചതമ്പുരാൻ അതിൻ്റേതായ രീതിയിൽ അതിനുള്ള പ്രതിഫലമാണ് നൽകുക. മറിച്ച് പരലോകത്ത് അതിൻ്റെ പ്രതിഫലങ്ങൾ അവന് ലഭിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നബി ഇവിടെ സൂചിപ്പിച്ചത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വിശദീകരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കലാമ് ഉന്നതമാകുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴാണ് അതിനാണ് പ്രതിഫലമുണ്ടാകുക. അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ 9-ാമത്തെ ഹദീസ് ഏത് വിഷയത്തിൽ? ഇഖ്ലാസിൻ്റെ നിഷ്കളങ്കതയുടെ അധ്യായത്തിലെ 9-ാമത്തെ ഹദീസ്. വൻ അബീ ബക്കറത, അബൂബക്കറയിൽ നിന്നുള്ളതാണ്. നുഫൈ ഇബ്നുൽ ഹാരിസ് സഖഫി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല പറഞ്ഞിട്ടുണ്ട്, ഇദൽ തക്കൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ എന്തുണ്ട്? ഏറ്റുമുട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ ഹദീസ് കൊണ്ട് മാത്രമല്ല, ഖുർആനിൽ തന്നെ ഉള്ളതാണ്. ഏത്? നമുക്കറിയാലോ, സൂറത്ത് ഹുജറാത്തിലെ ആയത്തുകൾ, വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫാസ്ലിഹു ബൈനഹുമാ, മുഅ്മിനീങ്ങളിലെ രണ്ട് വിഭാഗം ആൾക്കാർ പരസ്പരം ഏറ്റുമുട്ടിയാൽ, പരസ്പരം യുദ്ധം ചെയ്താൽ. അപ്പോൾ എന്താണ് ഖുർആൻ തന്നെ പറയുന്നത്? മുസ്ലിങ്ങൾ തന്നെ, മുഅ്മിനീങ്ങളായ ആൾക്കാർ തന്നെ പരസ്പരം യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഉണ്ടായാൽ ഫാസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സന്ധി ഉണ്ടാക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഹദീസിലും പറയുന്നത്, ഇദൽ തഖൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം അവർ ഏറ്റുമുട്ടിയാൽ ബിസൈഫൈഹിമാ, അവരുടെ രണ്ടുപേരുടെയും വാളുകൊണ്ട് അവർ യുദ്ധം ചെയ്താൽ, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഫൽ ഖാതിലു കൊന്നവനും വൽ മഖ്തൂലു കൊല്ലപ്പെട്ടവനും ഫിന്നാർ നരകത്തിലാണ്. രണ്ടാളും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ രണ്ടാൾ തല്ലുകൂടി മുസ്ലിങ്ങൾ, രണ്ട് മുസ്ലിങ്ങൾ അടി കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരാൾ മരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞ രണ്ടാളും നരകത്തിലാണെന്നാണ്. ഇപ്പോൾ സാധാരണ വരേണ്ട എന്താ? കൊല്ലപ്പെട്ട ആൾ, മരിച്ച ആൾ സ്വർഗത്തിലാണ്ടേ, കാരണം മറ്റോവനെ കൊന്നതല്ലേ, അപ്പോൾ അയാളാണ് സ്വർഗത്തിലാവേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞ എന്താ? രണ്ടാളും നരകത്തിലാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹാദൽ ഖാതിലു, ഈ കൊന്നവൻ, ഫമാ ബാലുൽ മഖ്തൂൽ, നരകത്തിൽ കാത്തിലായ ആളിപ്പോൾ നരകത്തിലാന്ന് പറഞ്ഞാൽ, കൊന്നവൻ നരകത്തിലാന്ന് പറഞ്ഞാൽ ഓക്കെ, ഹാദൽ ഖാതിലു എന്നാൽ ഈ കൊന്നവൻ, അത് നരകത്തിലാന്ന് പറഞ്ഞാൽ ശരിയാ. ഫമാ ബാലുൽ മഖ്തൂലി, കൊല്ലപ്പെട്ടവൻ്റെ കാര്യം എന്താണ്? പ്രശ്നം എന്താണ്? കാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹു കാന ഹരീസൻ, തീർച്ചയായും അവനും താല്പര്യമുള്ളവനായിരുന്നു. ഹരീസ് അങ്ങേയറ്റത്തെ താല്പര്യവും ആർത്തിയുമുള്ളവനായിരുന്നു. അലാ ഖത്ലി സാഹിബിഹി, തൻ്റെ കൂട്ടുകാരനെ കൊല്ലാനായിരുന്നു, തൻ്റെ കൂട്ടുകാരനായ മുസ്ലിമിനെ കൊല്ലാനായിരുന്നു അവനും താല്പര്യം ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വിട്ടല്ലേ, ആദ്യം കൊണ്ടത് ഇവനായതുകൊണ്ടാണ് അവൻ മരിച്ചത്, നേരെ മറിച്ച് ഇവനായിരുന്നെങ്കിലോ അവനായിരിക്കുമല്ലോ കൊന്നാള്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ താല്പര്യമുള്ള ആളുകളായിരുന്നത് കൊണ്ട് രണ്ടാളും എവിടെയാണ്? നരകത്തിൻ്റെ അവകാശികളാണ്. എന്തിവിടെ നോക്കാൻ കാരണം? ഉദ്ദേശ ശുദ്ധിയാണ് നോക്കുന്നത്. രണ്ടാളുടെയും മനസ്സിലുള്ള ഉദ്ദേശ ശുദ്ധികളാണ് ഈ ഹദീസിലും വിശദീകരിക്കുന്നത്. ഇനി നോക്കൂ അടുത്ത ഹദീസ്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തുർ റജുലി, ഒരു മനുഷ്യൻ്റെ നമസ്കാരം, ഫീ ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് ഒരാൾ നമസ്കരിക്കുന്നത്, തസീദു അലാ സലാത്തിഹി, അവൻ്റെ നമസ്കാരത്തേക്കാൾ വർദ്ധിക്കുന്നുണ്ട്, ഫീ സൂഖിഹി, അങ്ങാടിയിലും, വബൈത്തിഹി, അവൻ്റെ വീട്ടിലും അങ്ങാടിയിലും വെച്ച് അവൻ നമസ്കരിക്കുന്ന നമസ്കാരത്തേക്കാൾ വർദ്ധിക്കുന്നുണ്ട്, ബിദ്അൻ വഇശ്രീന ദറജ, 20 ചില്ലാനം മടങ്ങായിട്ട്, ദറജയായിട്ട്
വർദ്ധിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിക്കണതേ വീട്ടിലിപ്പോൾ നമ്മൾ നിസ്കരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾക്ക് അറിയും, ചില ആൾക്കാർ ചോദിക്കലുണ്ട്, വീട്ടിലാണെങ്കിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ജമാഅത്തായിട്ട് പള്ളീൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിലോ എന്നാണ് ഇവിടെ റസൂലുള്ള പറഞ്ഞാൽ എന്താ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും സൂക്കിലും ചിലപ്പോൾ അങ്ങനെ നിസ്കരിക്കലില്ലേ, അങ്ങാടിയിലൊക്കെ സൂക്കിൽ എന്ത് ചെയ്യും, പായ വിരിച്ചിട്ട്. ഇപ്പോൾ മഗ്‌രിബിനൊക്കെയാണ് കാര്യമായിട്ട് കാണുക, ഇവിടെ പൊതുവെ കുറവായിരിക്കും. എന്നാലും ഇപ്പോൾ സൗദിയിലൊക്കെ പോയാൽ മഗ്‌രിബിൻ്റെ ബാങ്കാണ് കൊടുത്താൽ അവിടെ തന്നെയാണ് വിരിക്കണതാണ്. മഗ്‌രിബിന് എല്ലാവരും കാണാം സൂക്കിൻ്റെ മുമ്പ് തന്നെ, സൂക്ക് തന്നെ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ കടടക്കുമല്ലോ മണിക്കൂർ. ആ സമയത്ത് തന്നെ പായ വിരിച്ചിട്ട് അങ്ങാടിയിൽ തന്നെ മാർക്കറ്റിൽ തന്നെ വിരിച്ച് നമസ്കരിക്കുന്ന ആൾക്കാരെല്ലാവരും. പക്ഷേ നമസ്കരിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, പ്രതിഫലം ഈ നിസ്കരിക്കുന്നതിനേക്കാൾ 20 ചില്ലാനം മടങ്ങായി പ്രതിഫലം ലഭിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരമാണ്. വദാലിക്ക് അതെപ്പോഴാണ് ലഭിക്കുന്നത്, അതെപ്പോഴാണ് ലഭിക്കുക എന്നും നബി പറയാൻ. അതെപ്പോഴാണ് ലഭിക്കുക, അത് അന്ന അഹദഹും, അവരിൽ ഒരാൾ, ഇദാ തവല്ല, അയാൾ വുദു ഉണ്ടാക്കുന്നു, ഫഅഹ്സനൽ വുദുഅ, എന്നിട്ട് വുദു നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അങ്ങനെ വുദു എടുക്കുന്നു. സുമ്മ അതാ അൽ മസ്ജിദ, പിന്നെ അയാൾ എവിടെ പോകുന്നു, പള്ളിയിൽ ചെല്ലുന്നു. അപ്പം ജമാഅത്തായിട്ട് പെരീന്ന് നിസ്കരിച്ചാൽ എന്നുള്ളതല്ല, പിന്നെ എവിടെ നിന്നാണ്, പള്ളിയിലേക്ക് പോകുന്നു. ലാ യുരീദു, അയാൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല സ്വലാ, എന്തല്ലാതെ, നമസ്കാരമല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പോണത്, അല്ലാതെ ഹലോ പള്ളി എന്നായിക്കോട്ടെ പള്ളിക്ക് പോവാ, നമുക്ക് അവിടെ വെച്ചുകൊണ്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് പോകാനെ കാണാൻ വേണ്ടി കണ്ടാ പോണേ. അപ്പം എന്നാ കൂട്ടത്തിൽ എന്ത് ചെയ്തു, എന്താണ് നിസ്കാരം എന്ന് വെച്ചാൽ ആ നേരത്തെ ആ നിസ്കാരം നിസ്കരിക്കുകയാണ്. അപ്പം അനുസരിൻ്റെ ഉദ്ദേശം തന്നെ എന്താ, അവിടെ കാണാൻ വേണ്ടി കൊണ്ടുള്ള ഉദ്ദേശം. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ കിടക്കണ. നമ്മൾ സാധാരണ പറയലുണ്ട്, നമ്മളെ നാട്ടിൽ ആൾക്കാർ, ചെറുപ്പക്കാർ പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന 2 നിസ്കാരമാണ്. എപ്പോഴാണെന്നറിയോ നിങ്ങളൊന്ന്, ഒന്ന് ഈ കല്യാണം ഉണ്ടാവുമല്ലോ, നിക്കാഹിൻ്റെ സമയത്ത്, അതായത് ഒരു വിധം പള്ളിയിലൊക്കെ അസർക്കാണ് എന്തുണ്ടാവുക, നിക്കാഹ് ഉണ്ടാകൽ അല്ലേ. അപ്പോൾ ആ അസർക്ക് നിക്കാഹിൻ്റെ നേരത്തെ ആകുമ്പോഴത്തേന് പള്ളിയേക്കാണ് വരാൻ കഴിയും. എല്ലാ ചെറുപ്പക്കാരും മുഴുവൻ പല രൂപത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് ഓല നിസ്കാരം കണ്ടാൽ തന്നെ അറിയാം ആദ്യമായിട്ടാണ് ഓല അവിടെ നിസ്കരിക്കണത് എന്നുള്ളത്. ആ രീതിയിൽ വരും. രണ്ടാമത്തത് നിസ്കരിക്കുന്ന സമയം എന്താ, രണ്ടാമത് നിസ്കരിക്കുന്നതിൻ്റെ അവസ്ഥ, ഈ അവർ നിസ്കാരം വരുന്നത് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകുന്ന ആ സമയത്ത്, മരിച്ച ആൾക്കാരെ ഒന്നായിട്ട് പള്ളിയിലേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ആ നിസ്കാര സമയത്താണ് എത്തിയത്. ജമാഅത്ത് നിസ്കരിക്കുന്ന നേരത്താണെങ്കിൽ അതിലെന്ത് ചെയ്യും, ആ രീതിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് ഉദ്ദേശം, എന്താ മനസ്സിലുള്ള ഉദ്ദേശം, അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലി ആഗ്രഹിച്ചിട്ടാണോ അന്നത്തെ നേരത്തെ മഗ്‌രിബ് അല്ലെങ്കിൽ ആ ജമാഅത്തിൽ അവർ പങ്കെടുത്തത്? ഒരിക്കലുമല്ല. മറിച്ച് നമസ്കരിക്കുന്ന സമയത്ത്, പള്ളിയിൽ പോകുന്ന നേരത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് പള്ളിക്കൊക്കെ പോയത് എന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ 20 ഇരട്ടിയുള്ളത്. വേറെ ഹദീസിൽ 27 ഇരട്ടി എന്ന് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നത് പടച്ചോൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടണം എന്ന ഉദ്ദേശപ്രകാരം പള്ളിയിലേക്ക് പോകുമ്പോഴാണ്. ഇൻഷാ അല്ലാഹ് ഇനി ആ പോകുമ്പോഴുള്ള പ്രതിഫലങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹദീസുകൾ വരുന്നുണ്ട്, അപ്പോൾ വിശദീകരിക്കാം. അപ്പം ഞാനത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നീട്ടുന്നില്ല. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹദീസ് ഗ്രന്ഥത്തിൽ വന്ന എന്ന് പറഞ്ഞാൽ റിയാദുസ് സ്വാലിഹീനിൽ ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളെങ്കിലും നമുക്ക് കേൾക്കാലോ, ആ വിഷയവുമായിട്ട് എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് നേടാം എന്നുള്ള ഉദ്ദേശപ്രകാരം മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിലെടുത്ത് വായിച്ചത്. അതിൻ്റെ അർത്ഥം മാത്രം വിശദീകരിച്ചത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോവാതെ ഹദീസിൻ്റെ ആ അർത്ഥങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ധാരാളം ഹദീസുകൾ ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ വായിക്കാനുണ്ട്. ഇനി പറയാണ്, അപ്പോൾ പള്ളിയിലേക്ക് അയാൾ പുറപ്പെടുന്നില്ല, ലാ യുരീദു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അയാൾ ഉദ്ദേശിക്കുന്നില്ല. ലാ യൻഹസുഹു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ അവനെ തള്ളിവിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞാൽ. വീട്ടിൽ നിന്ന് അയാൾ ഇങ്ങോട്ട് ഇറങ്ങിയാലോ പള്ളിയേക്ക്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് അയാൾ ഇങ്ങോട്ട് എണീക്കുന്നുണ്ടല്ലോ, അത് അയാളെ തള്ളിവിട്ടത് ആര് മാത്രമാണ്, നിസ്കരിക്കണം എന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. എന്തായിരുന്നാലും ഇപ്പോൾ എന്ത് വാങ്ങണം, ആ സമയത്ത് ചോറ് വാങ്ങണം അല്ലേ, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എന്നാൽ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ദൂറുസ്കാരം അവിടെ നിന്നാണ് ആക്കാം എന്ന ഉദ്ദേശമാണെങ്കിലോ എന്തിനാണ് വീട്ടിൽ നിന്ന് പോയത്, ഭക്ഷണം വാങ്ങാനാണ്. മനസ്സിൽ തന്നെ ഉള്ള ഉദ്ദേശം അതായിരിക്കും അല്ലേ. ഇങ്ങനെ തള്ളിവിടുന്നത് ഇതാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലം യഖ്തു ഖുത്വ, ഒരു കാൽ വെപ്പ് അയാൾ വെക്കുന്നില്ല, ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജ,
അത് മുഖേന അവൻ്റെ പദവി വർദ്ധിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. വഹുത്ത അൻഹു ബിഹാ ഖതിഅ, അത് മുഖേന ഒരു പാപം നമ്മളിൽ നിന്ന് ഇല്ലാതാകും. നമ്മൾ ചെയ്ത തെറ്റുകുറ്റം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോണ സമയത്ത് അത് വീണു പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഹത്താ യദ്ഖുലൽ മസ്ജിദ, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ദൂരത്തുനിന്ന് പോകുന്ന ആൾക്കാർക്ക് അത്രയും സമയം എന്ത് കിട്ടും? ആ തൻ്റെ പദവി കൂടുകയും പാപങ്ങൾ ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഫൈദാ ദഖലൽ മസ്ജിദ, ഇനി അയാൾ പള്ളിയിൽ പ്രവേശിച്ചാലോ ഖാന ഫിസ്സലാത്തി, അവൻ നമസ്കാരത്തിലാകുമെന്നാണ്. പള്ളിക്ക് കടന്നാൽ തന്നെ നിസ്കാരത്തിലായിരിക്കും എന്നാണ് കൂലി. മനസ്സിലായോ? പള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ നമ്മൾ എന്തിൻ്റെ കൂലിയാണ് കിട്ടുന്നത്? നിസ്കരിക്കണ കൂലിയാണ് കിട്ടുക എന്നാണ്. മാ കാനത്തി സ്വലാത്തു ഹിയല്ലത്തി തഹ്ബിസുഹു, നമസ്കാരം മാത്രമാണ് അവനെ അവിടെ എന്ത് ചെയ്യണത്? തടഞ്ഞു വെക്കുന്നതെങ്കിൽ. അപ്പം അല്ലാതെ എന്താണ് മറ്റോ വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവൻ പറഞ്ഞ നേരായിട്ടില്ല എന്ന ഉദ്ദേശമാണെങ്കിൽ അത് ലഭിക്കുകയില്ല. സ്കരിക്കാൻ, ജമാഅത്ത് സ്കരിക്കാൻ ഇനിയും സമയമുണ്ട്, അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനിയും കുറേ നേരമുണ്ട് എന്ന് വിചാരിച്ച് വേറെ എവിടേക്കെങ്കിലും പോയി അവിടുന്ന് കൂടാം എന്നാണെങ്കിൽ അത് പോയി. നേരെ മറിച്ച് അവിടെ തന്നെ തടഞ്ഞ് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമസ്കാരത്തിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ആ സമയം കാത്ത് നിൽക്കുകയാണെങ്കിൽ നമസ്കരിച്ച പ്രതിഫലം, നമസ്കാരത്തിലുള്ള പ്രതിഫലമാണ് കിട്ടുക. മാത്രമല്ല വൽ മലായികത്തു, മലക്കുകൾ യുസല്ലൂന അലാ അഹദിഹിം, അവരിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി, അവൻ നമസ്കരിച്ച അതേ സ്ഥലത്ത് അവൻ ഇരിക്കുകയാണെങ്കിൽ, പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ, അല്ലെങ്കിൽ ഫർദ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ ഏതായിരുന്നാലും ശരി, അപ്പോഴൊക്കെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. യഖൂലൂന, മലക്കുകൾ പറയും, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുവേ നീ ഇവന് റഹ്മത്ത് ചൊരിയണേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ തുബ് അലൈ, അല്ലാഹുവേ ഇയാളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. മാലം യുഅ്ദി ഫീഹി, അവിടെ ഒരാളെയും അവൻ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഴുക്കുകൾ അവിടെ ഇട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലുമൊക്കെ മാലം യുഹദിസ് ഫീഹി, അവിടെ വെച്ചുകൊണ്ട് വുളു മുറിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്നതാണ് മറ്റൊരു മാലം യുഹദിസ് ഫീഹി, ഹദീസ് വുളു മുറിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്നുകൂടി അതിൽ വന്നിട്ടുണ്ട്. ഹദീസ് ഉദ്ധരിക്കുന്നത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇനി നോക്കൂ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഈ വിഷയവുമായി. വാൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവി അൻ റബ്ബിഹി, അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ്. തബാറക വ തആല ഖാല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ കതബൽ ഹസനാത്ത്, നബി പറയാണ് അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നല്ലാഹ കതബൽ ഹസനാത്ത്, അള്ളാഹു നന്മകളൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. വസയ്യാത്ത്, തിന്മകളും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നന്മ, എന്തൊക്കെയാണ് തിന്മ എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു. സുമ്മ ബയ്യന ദാലിക, പിന്നീട് ആ തിന്മകളും നന്മകളുമൊക്കെ അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, എന്നിട്ട് ആ നന്മ അയാൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലോ, കതബഹ അല്ലാഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പരിപൂർണ നന്മ ചെയ്തതായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂലിയാണ് എന്നാണ്. നോക്കി നിങ്ങൾ അള്ളാഹിൻ്റെ അടുക്കലുള്ള പ്രതിഫലം, ഈ ഉദ്ദേശത്തിനുള്ള പ്രതിഫലമാണ് കിട്ടുന്നത്. വൈൻ ഹമ്മ ബിഹാ, ഇനി ഒരാൾ അത് ഉദ്ദേശിക്കുകയും ഫാമിലഹ, എന്നിട്ടത് പ്രവർത്തിക്കുകയും ചെയ്താലോ, കതബ അല്ലാഹു 10 ഹസനാത്ത്, 10 നന്മകളായി അതിനെ രേഖപ്പെടുത്തി വെക്കുന്നു. ഇലാ 700 ളഅഫിൻ, 700 ഇരട്ടികൾ വരെ. ഇലാ അൽആഫിൻ കസീറ, അതിനേക്കാൾ ഇരട്ടികളായി രേഖപ്പെടുത്തും. ഒരു സൽക്കർമ്മം ചെയ്തിട്ട് അതിനല്ലാഹ് ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 700ഉം അതിനേക്കാളും ഇരട്ടി കൂലി കിട്ടും. അപ്പം നമ്മളെ മനസ്സിൽ എന്താ വേണ്ടത്? ഈ കൂലി എനിക്ക് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശം ഉണ്ടാവേണ്ടത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. വൈൻ ഹമ്മ ബി സയ്യത്തിൻ, ഇനി ഒരു തിന്മ ചെയ്യാനാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ, ഫലം യഅമൽഹ, എന്നിട്ട് അയാൾ അത് പ്രവർത്തിക്കുന്നതില്ലെങ്കിൽ, കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹുവിൻ്റെ അടുക്കൽ പരിപൂർണ നന്മയായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. ഒരു തെറ്റ് ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു, തെറ്റായ കാര്യം ചെയ്യാൻ, കുറ്റകരമായ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തില്ല, പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ആ ഒരു കാര്യം പ്രവർത്തിച്ചില്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് എന്താ കൊടുക്കുന്നത്? കൂലിയാണ് കൊടുക്കുന്നത് എന്നാണ്.
ഇത് തെറ്റായ കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കൂലിയാണ് കിട്ടുക. വൈൻ ഹമ്മ ബിഹ, ഇനി ആ തെറ്റായ കാര്യം പ്രവർത്തിക്കാൻ അയാൾ ഉദ്ദേശിച്ചു, ഫഅമിലഹ, എന്നിട്ട് ആ തെറ്റായ കാര്യം പ്രവർത്തിക്കുകയും ചെയ്താലോ, കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ, ഒരൊറ്റ കുറ്റമായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുക. നേരത്തെ നന്മ പറഞ്ഞപ്പോൾ 10ഉം 700ഉം അതിനേക്കാളും ഇരട്ടിയായി. എന്നാൽ തിന്മക്ക് ഉദ്ദേശത്തിന് എന്താ കിട്ടിയത്? ഉദ്ദേശിച്ചു എന്നുള്ളതുകൊണ്ട് കുറ്റം കിട്ടിയോ? ഇല്ല. എന്നാൽ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരുന്നപ്പോൾ എന്ത് കിട്ടി? കൂലിയാണ് കിട്ടിയത്. അതേപോലെ നന്മക്കാണുമ്പോഴോ, നന്മ ഉദ്ദേശിച്ചിട്ട് ചെയ്യാതിരുന്നാലും പ്രതിഫലം ചെയ്ത കൂലിയാണ് അള്ളാഹു നൽകുന്നത് എന്നതാണ് ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. ഇനി ഇതിലുള്ളത് വലിയ ദീർഘമായ ഒരു ഹദീസാണ്. അത് ദീർഘമായി വായിക്കുമ്പോഴേക്ക് ഒരുപാട് സമയമാകും. ഏതായിരുന്നാലും അത് ചുരുക്കി പറയുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങിയ ആ ഹദീസ് നമ്മൾ കേട്ടതാണ്. പാറ വന്ന് അടഞ്ഞ സംഭവം. ആ 3 ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്നത് ഉദ്ദേശശുദ്ധി വെച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ച സംഭവം നമുക്കറിയാം. ഒന്ന്, വാപ്പാക്കും ഉമ്മാക്കും അവരെന്ത് ചെയ്തു? സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുന്നതിന് മുമ്പ് ഉമ്മാക്കും ഉപ്പാക്കും തിന്നാൻ കൊടുത്തിട്ടാണ് അദ്ദേഹം കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത്. ഒരിക്കൽ അയാൾ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തിന് ഉമ്മയും ഉപ്പയും ഉറങ്ങിപ്പോയി. കുട്ടികൾ കരഞ്ഞു, കൊടുത്തില്ല തിന്നാനെന്നാണ്. കാരണം എന്താ? ഞാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തിട്ടേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത്. പടച്ച റബ്ബേ, ഞാനത് ചെയ്തത് നിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ പാറക്കല്ല് നീക്കിത്തരണേ എന്നാണ്. അപ്പോൾ കണ്ടോ, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ളതായിരുന്നു അത്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ഒരു പെണ്ണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വ്യഭിചാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. അവൾ അതിന് തടസ്സം നിന്നു. പക്ഷേ അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു. അങ്ങനെ പ്രയാസം വന്നപ്പോൾ ഇയാൾ സഹായിച്ചു. പക്ഷേ ആവശ്യപ്പെട്ടു എന്ത് ചെയ്യണം? വ്യഭിചാരത്തിനുള്ള അവസരം നൽകണമെന്നുള്ളത്. അങ്ങനെ എല്ലാ വ്യഭിചാരത്തിന് ഒരുങ്ങി നിന്നപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പടച്ചവനെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ അവസരം ഉണ്ടായിട്ട് അവിടെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുനിന്നത്. അള്ളാഹുവെ, നിൻ്റെ പ്രീതിയാണ് അവിടെ ഞാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് നീക്കിത്തരണേ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, അത് നമ്മളെ ആൾക്കാർക്കൊന്നും പൊതുവെ ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമായിരിക്കും. അതെന്താ? ഒരാൾ ജോലിക്ക് വെച്ച് കുറേ ആൾക്കാരെ, പക്ഷെ ഒരാളുടെ കൂലി വാങ്ങാതെ അയാൾ പോയി. അപ്പോൾ ആ കൂലി ഇദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്നു. അത് മുഖേന ഒരുപാട് സമ്പത്ത് അയാൾക്ക് വീണ്ടും ഉണ്ടാക്കി പരിപോഷിപ്പിച്ച് ഒരുപാട് വലിയ ഒരു സമ്പത്തായിട്ടത് മാറി. ആരുടെ പ്രതിഫലം? ഈ മനുഷ്യൻ്റെ കൂലി. അപ്പോൾ തീർച്ചയായും ഇയാൾ പണിയെടുക്കണ്ടേ, എന്നാലല്ലേ ഇത് വളരുള്ളൂ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. നമ്മളാണെങ്കിൽ അതൊക്കെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വെറുതെ എടുക്കേനു, ഇത്രയും കാലം ഞാൻ എത്ര പണിയെടുത്തേക്കണ് എന്നൊക്കെ പറയാം. ഇയാൾ പറഞ്ഞാൽ എന്താ? എൻ്റെ കൂലി എന്ന് പറഞ്ഞ് കുറേ കാലങ്ങൾക്ക് ചെന്ന് ചോദിച്ചപ്പോൾ ആ കാണുന്ന ഒട്ടകങ്ങളൊക്കെ മൃഗങ്ങളൊക്കെ നിൻ്റെ പ്രതിഫലമാണ്, നിൻ്റെ കൂലിയാണ്, എടുത്തുകൊള്ളുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കൂലി കൊണ്ടാണ് പിന്നെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റബ്ബേ, നിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനന്ന് അയാൾക്കത് കൊടുത്തത്. കാരണം അയാൾ തന്നെയാണ് അത് അള്ളാഹിൻ്റെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ന്യായം പറയാലോ. ഈ ഒരു വിഷയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തെ ഹദീസ്, ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ് ആ ഹദീസാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഉദ്ദേശശുദ്ധി ഉണ്ടാവണമെന്നും പൂർണ്ണമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോടുകൂടി, മറ്റൊരാളുടെ കാണാനോ കാണിക്കുവാനോ വേണ്ടിയല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതുമാണ് ഈ അധ്യായത്തിലൂടെ വിശദീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ.